ഒരു ഉദാഹരണം പറഞ്ഞു, ഞാനൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയി. ജീവയാണ് അതിനകത്ത് ഹീറോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെ എസ് രവികുമാർ അതിനകത്ത് വേറൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കെ എസ് രവികുമാറിനെ കണ്ടു, എനിക്കറിയാം. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഇയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല. എന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ ഒരു ദിവസം അഭിനയിച്ചു, എൻ്റെ അടുത്ത് സംസാരിക്കുന്നോ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം ഇപ്പോൾ ലാൽ എന്നെ വീഡിയോ കോളിൽ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇപ്പോൾ വീഡിയോ കോളിൽ സംസാരിക്കും. ഞാൻ അങ്ങോട്ടല്ല വിളിച്ചത്, ലാലിൻ്റെ എന്നോടൊന്ന് വേറെ എന്തോ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കോളിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ജീവ എൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. പിന്നെ ലാലിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ജീവയെ കാണിച്ചു. അപ്പോൾ ജീവ ചാടി എഴുന്നിട്ടില്ല. ലാൽ സാർ എന്നിട്ട് കീർത്തി ചക്രല്ലേ അഭിനയിച്ച് കൂടാൻ. അപ്പോൾ കീർത്തി ചക്രയിൽ എന്തോ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ടാണ് ജീവ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ കെ എസ് രവികുമാർ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഒരു മര്യാദയില്ലാതെ ഈ ഫോണങ്ങ് തട്ടിപ്പറിച്ചു. ലാൽ സാർ സാർ എപ്പോഴും സാർ അങ്ങനെ സാർ സാർ ரொம்ப ആശ സാർ ഒരു വാട്ടി പാക്കണം എന്നൊരു ആശ സാർ. അപ്പം ഇയാളുടെ എല്ലാ ബോധവും പോയി. പിറ്റേ ദിവസം മുതൽ കെ എസ് രവികുമാർ എന്നെ കണ്ടെഴുന്നേറ്റ് നിൽക്കും. ഒരു ഉദാഹരണം പറഞ്ഞു, ഞാനൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കും.